നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ 18-കാരിയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി ബിനോയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം പുറത്തുവരുന്നുണ്ട്. ഈ ആരോപണം പോലീസ് പരിശോധിക്കുകയാണ്. അതിനിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന്റെ തലേന്ന് അമ്മയ്ക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ വീട് മാറണമെന്നല്ലാതെ പെൺകുട്ടി മറ്റൊന്നും പറഞ്ഞിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. മുറിയിൽ അടച്ചുപൂട്ടിയിരുന്ന പെൺകുട്ടി കോളയും ചോക്ലേറ്റും മാത്രമാണ് കഴിച്ചിരുന്നത്. മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യക്കുറിപ്പിൽ തന്റെ മരണത്തിന് ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നും ഈ ലോകത്ത് ജീവിക്കേണ്ട എന്നുമാണ് പറയുന്നത്. ബിനോയിയോട് സന്തോഷമായിരിക്കാൻ പറയണമെന്നും ഇനി തോൽക്കാൻ വയ്യെന്നും കുറിപ്പിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടി മാനസിക പ്രശ്നങ്ങൾക്ക് 2 മാസമായി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ബിനോയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ യുവാവിന്റെ ആരാധകർ പെൺകുട്ടിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപക അധിക്ഷേപം നടത്തിയിരുന്നു. യുവാവുമായി യാതൊരു പ്രശ്നവുമില്ലെന്നും ഇപ്പോഴും സുഹൃത്തുക്കളാണെന്നും വ്യക്തമാക്കി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടണമെന്നാവശ്യപ്പെട്ട് ബിനോയുടെ സുഹൃത്തുക്കൾ ഭീഷണിപ്പെടുത്തിയതായാണ് ആരോപണം. പെൺകുട്ടിയുടെ മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടിയും യുവാവും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു. പെൺകുട്ടി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞു. എന്നാൽ ബിനോയുടെ വീട്ടുകാരുമായി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കാനും മാതാപിതാക്കൾ പറഞ്ഞു. 2 മാസം മുൻപ് പെൺകുട്ടിയും ബിനോയും തമ്മിൽ പിണങ്ങി. ഇതിന്റെ മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി 10-ാം തീയതി രാത്രി വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അനിയൻ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU ചികിത്സയിലായിരുന്ന കുട്ടി 16-നാണ് മരിച്ചത്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടതെന്നാണ് സൂചന. പെൺകുട്ടിയെ നിരവധി തവണ പ്രതി ചൂഷണം ചെയ്തതായി തെളിവുകൾ കിട്ടിയതോടെയാണ് സുഹൃത്ത് അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിൽ പ്രതി ഇത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. 5ഓളം തവണ പീഡനം നടന്നതായി വഞ്ചൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പൂജപ്പുര പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിക്കെതിരെ പോക്സോയ്ക്ക് പുറമെ IPC 312 പ്രകാരം ഗർഭഛിദ്ര വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. 2 മാസം മുമ്പ് പെൺകുട്ടി ബിനോയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. ബിനോയ് വഞ്ചിച്ചു എന്നാണ് പെൺകുട്ടി മാതാപിതാക്കളോട് പറഞ്ഞത്. 17 വയസ്സുള്ളപ്പോഴാണ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും കണ്ടെടുത്തു. സൈബർ ആക്രമണം കാരണം കുട്ടി ജീവനൊടുക്കി എന്ന ആരോപണങ്ങളെ കുടുംബം ആദ്യം മുതലേ തള്ളുകയായിരുന്നു. കുട്ടിക്ക് ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ആ അടുപ്പം പിരിഞ്ഞതോടെ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയി. അവൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അറസ്റ്റിലായ ബിനോയെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ബിനോയും പെൺകുട്ടിയും 4 വർഷത്തോളം പ്രണയത്തിലായിരുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സൈബർ ആക്രമണം കാരണം കുട്ടി ജീവനൊടുക്കി എന്ന ആരോപണങ്ങളെ കുടുംബം ആദ്യം മുതലേ തള്ളിയിരുന്നു. കുട്ടിക്കൊരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ആ അടുപ്പം പിരിഞ്ഞതോടെ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയി. അവൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.